Hello my dears, welcome back to a new maths class. So, in the last class we discussed about the chapter Searching for Flowers. The chapter Searching for Flowers. I hope you all understood the chapter, is it? ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും ആ സെർച്ചിങ് ഫോർ ദ ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് അല്ലേ. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ല, ജസ്റ്റ് ടെൻസ് വൺസ്, എന്താണോ ടെൻസ്, എന്താണ് വൺസ്, പിന്നെ പുതുതായിട്ട് നമ്മളൊന്ന് പഠിച്ചു എന്താണത്, ദാറ്റ് ഈസ് 100. ഫോർ എക്സാമ്പിൾ 326 എന്നുള്ളതിൽ ഈ 6 എന്ന് പറയുന്നത് വൺസും 2 എന്ന് പറയുന്നത് ടെൻസ് ആൻഡ് 3 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സുമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ 300 പ്ലസ് 210 പ്ലസ് 6 ones. ഇത് ചേർന്നതാണ് എന്ത്, 326. നോക്കിക്കേ, ഇതിന് താഴെ ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 300 പ്ലസ് 20 പ്ലസ് 6 ഒന്ന് ആഡ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് പ്ലേസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 6 എഴുതി, പിന്നെ 0 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ദെൻ 3 എന്ന് പറഞ്ഞാൽ 3, ജസ്റ്റ് ഇനഫ്. അപ്പോൾ എങ്ങനെ ആൻസർ 326. ഈ 326 എന്ന് പറഞ്ഞാൽ 3 നൂറുകളും 300, 300 ആൻഡ് 2 ടെൻസ്, 2 ടെൻസ് പറഞ്ഞാൽ 10 പ്ലസ് 10 അല്ലേ, 2 ടെന്നുകളും 6 വൺസും ചേർന്നതാണ് എന്ത് 326. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ. സോ ഈ ചാപ്റ്റർ ദ സെർച്ചിങ് ഫോർ ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ടെൻസ് വൺസ് പിന്നെ അതേപോലെ 100, ഈ ഒരു പ്ലേസ്, ഇത് പ്ലേസാണ്. ഈ ഒരു പ്ലേസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അഡീഷൻ സബ്ട്രാക്ഷനും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് ആ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മളെ ചാപ്റ്ററിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ത്രൂ ഔട്ട് ചാപ്റ്റേഴ്സിൽ വി മസ്റ്റ് നോ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ. So today I am coming with a new chapter. What is this? What is that? The name of the chapter? What is the name of the chapter? Yes, jungle, our home. Jungle, our home. Jungle, our home. Jungle, what is the meaning of jungle? Jungle the meaning endana? What is the meaning? Yes, jungle meaning, yeah, very good, forest എന്നാണ് അല്ലേ jungle meaning. So jungle എന്തെല്ലാം ആരെല്ലാം ഉണ്ടാവുക jungle ഫോറസ്റ്റിൽ? Yes, very good, animals ഉണ്ടാകും. The jungle have animals, birds and many trees, flowers, rivers, so many things have in the jungle. അതേപോലെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ദ ജംഗിൾ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരിക്കും അല്ലേ. ഗ്രീനറി, ആ ഗ്രീനറിയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അല്ലേ. കാണുമ്പോൾ തന്നെ ഒരു പീസ്ഫുള്ളാണ് മനസ്സിന്. Our mind will be a peaceful. നമ്മളെ മൈൻഡ് എന്തായി പോവും, പീസ്ഫുൾ ആയി പോകും അല്ലേ. അപ്പോൾ അത്രയ്ക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ധാരാളം മെനി ഓഫ് ആനിമൽസ് ഹാവ് ഇൻ ദ ജംഗിളിൽ മെനി ഓഫ് ആനിമൽസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോറീസ് പഠിക്കുമ്പോൾ ജംഗിൾ ഹാവ് എ കിങ്, ജംഗിളിൽ ഒരു കിങ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഹൂ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഹൂ ഈസ് ദ കിങ് ഓഫ് ദ ജംഗിൾ? Yes, very good. Lion is the king of ജംഗിളിലെ കിങ് ആണല്ലേ ലയൺ. ദെൻ വേറെ എന്തൊക്കെയാണ് ആനിമൽസ് ഉണ്ടാവുക? എലഫൻറ്റ്, ടൈഗർ,
Very good. Next, giraffe. Then what next? Monkeys, bear. Okay, lot of animals, fox. Okay, lot of animals have in the jungle. Jungle ധാരാളം animals ഉണ്ട്. അവിടുത്തെ king ആണ് ആര്? Who is the king? Lion. So ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ഈ മാത്സ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പ്രോബ്ലംസ് എഴുതി തുടങ്ങണ്ട അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിറപ്പ് എന്നുള്ള രീതിയിൽ ഐ എം ഗോയിങ് ടു ടെൽ എ സ്റ്റോറി അബൌട്ട് ജംഗിളിനെ കുറിച്ചിട്ട് ഐ എം ഗോയിങ് ടു ടെൽ എ സ്റ്റോറി. ഞാനൊരു സ്റ്റോറി പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാം പറയുമ്പോൾ കറക്റ്റായിട്ട് കേട്ട് ഇങ്ങനെ നല്ല ഷാർപ്പിൽ പെന്നും ബുക്കൊക്കെ താഴെ വെച്ചിട്ട് കേട്ടങ്ങനെ ഇരിക്കണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. So trappers and hunters. So first, in the jungle have so many animals are living. ധാരാളം ആനിമൽസ് താമസിക്കുന്ന ഈ ജംഗിളിൽ ദേ ഹാവ് എ പ്രോബ്ലം. അവർക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആനിമൽസിൻ്റെ ഇടയിൽ ദേ ഹാവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഹാവ് എ ക്രിയേറ്റഡ്, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? യാ, ഹണ്ടേഴ്സ്. ട്രാപ്പേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് അറ്റ് ദ ഫോറസ്റ്റ് എഡ്ജ്. ഹണ്ടേഴ്സും ട്രാപ്പേഴ്സും ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കുകയാണ്. ദ ആനിമൽസ് വെയർ ഫ്രൈറ്റേൺ. അവരെന്ത് ചെയ്തു? പേടിച്ച് നിൽക്കുകയാണ്. ദ കിങ് ലയൺ കോൾഡ് എ മീറ്റിംഗ്. ദ കിങ്, who is the king? Lion called a meeting. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. We must stop the enemies. നമ്മൾ എന്ത് ചെയ്യണം? കിങ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഗൗരവത്തിൽ പറയൂ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, എനിമീസിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നോൺ ഷുഡ് എൻ്റർ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിലേക്ക് ഒരാളും തന്നെ എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. റൈറ്റ്, everyone agreed. Some of us must keep watch. എന്തായാലും ഇവർ കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെന്ത് ചെയ്യണം? Some of us, നമ്മുടെ കൂട്ടത്തിൽ നിന്നും must keep watch, അത് നോക്കിക്കൊണ്ട് നിൽക്കണം. said the king. ആര് ഉത്തരവിട്ടു? രാജാവ് ഉത്തരവിട്ടു. രാജാവ് ഉത്തരവിട്ടാൽ പിന്നെ അതിനെ എതിർക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പം അവരെന്ത് ചെയ്തു? കിങ് എന്താണ്, വാട്ട് എവർ ദ കിങ് സെറ്റ്, അവരത് പിന്നെ അക്സെപ്റ്റ് ചെയ്തു. ദെൻ സം winged ones to as God. നമ്മുടെ കുറച്ച് വിങ്ഡ് നമ്മുടെ കുറച്ച് കൂട്ടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ഗാർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗാർഡ് കാവൽക്കാരായിട്ട് നമ്മൾ നിർത്തണം. ആഡഡ് ആൻ ഓൾഡ് എലിഫന്റ്. ഓൾഡ് ആയിട്ടുള്ള എലഫൻറ്റിന് നമ്മൾ ആഡ് ചെയ്യണം. ഹൂ വിൽ മേക്ക് എ ലിസ്റ്റ് ഓഫ് ഗാഡിൻ്റെ ലിസ്റ്റ് ആരാണ് മേക്ക് ചെയ്യുക എന്നുള്ളത് കിങ് ചോദിച്ചു. കിങ് അങ്ങനെ ചോദിച്ചു, ആരാണ് നമ്മുടെ പിന്നെ ഈ ഗാർഡിനുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മങ്കി എന്ത് ചെയ്തു? മങ്കി റൈസ് ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കൈകൾ ഉയർത്തി. ദെൻ ഹീ സെഡ്, ഐ ആം റെഡി, ഐ ആം മേക്ക് എ ലിസ്റ്റ് ഫോർ ഗാഡിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം, ഞാൻ മേക്ക് ചെയ്യാമെന്ന്. ഹൂ സെഡ്? ദ മങ്കി സെഡ്. ദെൻ മങ്കി മേക്ക് എ ലിസ്റ്റ് ആൻഡ് മങ്കി ക്രിയേറ്റ് എ ലിസ്റ്റ്. മങ്കി എന്ത് ചെയ്തു? ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഈ ഗാർഡിനെ തടയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് അറിയണം വാട്ട് ഹാപ്പൻ ടു ദ ആനിമൽസ്. എന്തായിരിക്കും ആനിമൽസിന് സംഭവിച്ചത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പിന്നെ മങ്കി ഒരു ഗാർഡിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഏതൊക്കെ ആൾക്കാരാണ്, എങ്ങനെയൊക്കെ സ്ട്രോങ്ങേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയണ്ടേ? വേണ്ടേ?
നമുക്ക് എന്തായാലും അറിയണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയണ്ടേ? അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് ദ പേജ് നമ്പർ 94 പേജ് നമ്പർ 94 എടുക്കുക. സോ അതിൽ കൊടുത്തിട്ടുണ്ട് എ ടേബിൾ, ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ലയൺ 30. ലയണിൽ എത്ര പേരാ റെഡി ആയിട്ട് വന്നത്, വില്ലിംഗ് ആയിട്ട് വന്നത്? എത്ര പേരാണ് വില്ലിംഗ് ആയിട്ട് വന്നത്? ലയണിൽ 30 വന്നിട്ടുണ്ട്, ലിയോപ്പാർഡ് 26, ടൈഗർ 25, എലഫന്റ് 42, വൾച്ചേഴ്സ് 52, ഈഗിൾസ് 41. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ റൈറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഹിയർ ഹാവ് സം ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ്. ഓക്കെ, leopards 26, tiger 25, elephant 42, vultures 52, and finally eagles 41. ഇത്ര പേരാണ് നമ്മുടെ ഗാർഡിന് വേണ്ടിയിട്ട് വില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഗാർഡ് ആവാൻ വില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് 1 2 3 4 5 6 മെമ്പേഴ്സാണ് ഫോർവേഡായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പേര് നമുക്കറിയാം, ലയൺസ് 30 പേരുണ്ട്, ലിയോപാർഡ്സ് 26 ഉണ്ട്, ടൈഗർ 25 ഉണ്ട്, എലഫന്റ് 42 ഉണ്ട്, വൾച്ചേഴ്സ് 52 ഉണ്ട്, ഈഗിൾസ് 41 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് നോക്കാം. വിച്ച് മെമ്പേഴ്സ് മോർ? ഏത് ആൾക്കാരാണ് കൂടുതലുള്ളത്? ആരാണ് കൂടുതൽ? ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഉള്ളത്? ഏത് ടീംസാണ്? 52 ആണോ മോറ്? 42 ആണോ മോറ്? വെരി ഗുഡ്, 52 ആണ് അല്ലേ? അപ്പോൾ വൾച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഏറ്റവും കുറവ്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? ഏറ്റവും ലീസ്റ്റ്, മോസ്റ്റ് പറഞ്ഞാൽ കൂടുതൽ, മോസ്റ്റ് ബിഗ് ആണ്. മോസ്റ്റ് പറഞ്ഞാൽ ധാരാളം, ലീസ്റ്റ് പറഞ്ഞാൽ ചെറുത്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 25 ആണ്. 25 ടൈഗേഴ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു ആരൊക്കെയാണ് സോർട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്, ആരൊക്കെയാണ് ഗാർഡിന് നല്ലതെന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര മെമ്പേഴ്സിനൊക്കെ വേണം എന്നറിയണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ആദ്യം എന്ത് ചെയ്യണം? ലീസ്റ്റ് ടു മോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. ലീസ്റ്റ് ടു മോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? ആരാണ് ഏറ്റവും ലീസ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണുള്ളത്? ആരാണുള്ളത്? ടൈഗർ 25 ആണ് ഏറ്റവും ലീസ്റ്റ്. ടൈഗർ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റാക്കി എഴുതണം കേട്ടോ. ഓക്കെ, ഏറ്റവും കുറവ് ടൈഗർ. പിന്നെ അതിന് കൂടുതൽ, ലീസ്റ്റ് ടു മോസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ചുള്ളത്, പിന്നെ അതിന് കൂടുതൽ, പിന്നെ അതിന് കൂടുതൽ, പിന്നെ അതിന് കൂടുതൽ, പിന്നെ അതിന് കൂടുതൽ, പിന്നെ ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 25 ആണ് ഏറ്റവും ലീസ്റ്റ്. ദെൻ നെക്സ്റ്റ് 26 ലിയോപാർഡ്. ആൻഡ് അതിൻ്റെയും മോസ്റ്റ്, കുറച്ചുകൂടി മോസ്റ്റ് വരുന്നത് ആരാണ്? 26 കഴിഞ്ഞതിൽ ആരാണ്? 30 ആണ് വരുന്നത്. പിന്നെ അതിനും കുറച്ചുകൂടി ഒന്ന് മോസ്റ്റ് ആരാണ് ഈ കൂട്ടത്തിൽ? ആരാണ്? വെരി ഗുഡ്, 41 ആണ്. ദെൻ കുറച്ചും കൂടി മോസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്?
വെരി ഗുഡ്. 42. കുറച്ചും കൂടി മോസ്റ്റ്, അതായത് ബിഗ്, ഇതിൽ കൂട്ടത്തിൽ മോസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? 52. വെരി ഗുഡ്. അപ്പോൾ മനസ്സിലായില്ലേ? ലീസ്റ്റ് ടു മോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ലീസ്റ്റ് ടു മോസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പം ലീസ്റ്റ്, വാട്ട് ഈസ് ദ ലീസ്റ്റ്? എന്താണ് ലീസ്റ്റ്? എന്താണ് ലീസ്റ്റ്? ഒരു സാധനത്തിനെ വെച്ച് നോക്കുമ്പം ഏതാണോ കുറവ് അതാണ് ലീസ്റ്റ് അല്ലേ? ഇപ്പം എൻ്റെ 2 കൈകളിലും ചോക്കുണ്ട്. എൻ്റെ 2 കൈകളിലും നിങ്ങൾക്ക് ചോക്ക് കാണാൻ സാധിക്കും അല്ലേ? കാണുന്നുണ്ടോ നിങ്ങൾ? ഒരെണ്ണത്തിൽ 7 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിൽ 3 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് ഏതാണ്? ഏറ്റവും കുറവ്, ഏറ്റവും ലീസ്റ്റ് ഏതാണ്? ലീസ്റ്റസ് ഇതാണല്ലേ, മോസ്റ്റ് ഇത്. അപ്പോൾ നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലീസ്റ്റും ഏറ്റവും മോസ്റ്റും കണ്ടെത്തുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തന്നിട്ടുള്ള 6 മെമ്പേഴ്സിൽ നിന്നും ഏറ്റവും ലീസ്റ്റായിട്ട് വന്നത് ആരാണ്, ഏറ്റവും മോസ്റ്റായിട്ട് വന്നത് ആരാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് അനിമൽസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് അനിമൽസിനെ ആരാണ് സെലക്ട് ചെയ്തത്? മങ്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 94 തന്നെ. ലയൺ 18. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇറൈസ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ നോക്കിക്കേ. ഇനി ലയൺസിൽ നിന്ന് 30 പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നും 18 മെമ്പേഴ്സിനെയാണ് നമുക്ക് ഇവിടെ എഴുതാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പിന്നെ പ്രോബ്ലംസ് എഴുതാം അല്ലേ? ഓക്കെ, ലയൺ 18 മെമ്പേഴ്സിനെയാണ് സെലക്ട് ചെയ്തത്. 30 മെമ്പേഴ്സ് വില്ലിംഗ് ആയിട്ട് വന്നു. അതിൽ നിന്നും 18 മെമ്പേഴ്സിനെയാണ് സെലക്ട് ചെയ്തത്. ഇനി അടുത്തത് ലിയോപാഡ് നമ്മൾ സെലക്ട് ചെയ്തത് 17 ആണ്. 17 മെമ്പേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓൾറെഡി വില്ലിംഗ് ആയിട്ട് വന്നത് 26 മെമ്പേഴ്സാണ്. ബട്ട് ദ മങ്കി സെലക്റ്റഡ് 17 പേര് മാത്രമാണ് മങ്കി എന്ത് ചെയ്തിട്ടുള്ളത്? സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ടൈഗർ 25 വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിൽ നിന്നും 16 മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 16 മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് എലഫൻറ്റിന് നമ്മൾ 34 അതായത് ഉള്ളതിൽ പിന്നെ എലഫൻറ്റ് 42 മെമ്പേഴ്സ് വില്ലിംഗ് ആയിട്ട് വന്നു. സോ അതിൽ നിന്നും 34 മെമ്പേഴ്സിനെ ഒൺലി സെലക്റ്റഡ്. ദെൻ വോൾച്ചർ വന്നത് 52. ഏറ്റവും മോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വോൾച്ചേഴ്സാണ്. അതിൽ 52 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും 33 എണ്ണം മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. മങ്കി സെലക്റ്റഡ് ഓൺലി 33. ഓക്കെ, ദെൻ ഈഗിൾ 32. 41 മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 32 മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത്, അപ്പോൾ ഈ ഒരു പേജ് നമ്പർ 95 ധാരാളം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അതായത് ഈ ലയണിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ലയണ് ഗാർഡാവാൻ വേണ്ടിയിട്ട്, അതായത് എനിമീസിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ കാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള അനിമൽസാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരെല്ലാം എല്ലാത്തിനും വില്ലിംഗ് ആണ്. സോ എന്ത് ചെയ്യും? ഇവരിൽ ലയണ് 30 പേര് വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 30 പേരെ വേണ്ട. തുടക്കത്തിൽ ഇവർ നല്ല സ്ട്രോങ് ആണെങ്കിൽ കുറച്ച് പേരെ ഇറക്കിയിട്ട് കുറച്ച് പേരെ ലാസ്റ്റിലേക്ക് ഇറക്കാം എന്നുള്ള പ്ലാൻ ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ ലയണ് 30 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 18 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 30 ലയൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 18സിനെ നമ്മൾ സെലക്ട് ചെയ്തോളൂ. ബാക്കി റിമൈൻസ്
റിമൈൻസ്. ഐ ഓൾറെഡി ടോൾഡ് യു റിമൈൻ എന്ന് പറയുമ്പോൾ ബാക്കി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? വി മസ്റ്റ് ഡു സബ്ട്രാക്ഷൻ. സോ അപ്പോൾ നമ്മൾ 13 നിന്നും 18 സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് ആകെയുള്ളത് 30 ലയണാണ്. അതിൽ നിന്നും 18 പേരെ സെലക്ട് ചെയ്തു. ബാക്കിയുള്ളവർ എത്രയാ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. സോ അപ്പോൾ 0-ൽ നിന്നും 8 സബ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോറോ 1. അപ്പോൾ ഇങ്ങോട്ടേക്ക് 1 വരുമ്പോൾ ഇവിടെ 10 ആകും അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ് ഉണ്ടാവുക? ഇവിടെ 2. അത് നമ്മൾ അപ്പം തന്നെ എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മറന്നു പോയിട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലത്തിന് തെറ്റി വരും. സോ 10-ൽ നിന്നും 8 മൈനസ് ചെയ്യുക. 10-ൽ നിന്നും 8 ഒഴിവാക്കുക. 10 എന്നുള്ളതിൽ നിന്നും 10 എണ്ണത്തിൽ നിന്നും ഒരു 8 എണ്ണം ഒഴിവാക്കുക. 10 എണ്ണത്തിൽ നിന്നും ഒരു 8 എണ്ണം ഒഴിവാക്കുക. ആകെ 10 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഈ 8 എണ്ണം ഒഴിവാക്കിയാൽ ബാക്കി എത്രയാണ്? വെരി ഗുഡ്, 2. ദെൻ ഇവിടെ ഇനി 3-ന്ന് 1 ആണോ മൈനസ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഒരു 2-ൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 1. സോ ദ ആൻസർ എത്രയാണ് വരുന്നത്? 12. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ലയൺസ് 30-ൽ നിന്നും 18 എടുത്തപ്പം ബാക്കി നമുക്ക് 12 കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് എത്ര ആൾ വന്നു? ഹൗ മെനി ഓഫ് കെയിം ടു വില്ലിംഗ് ആയിട്ട് എത്ര പേര് വന്നു, ബട്ട് എത്ര പേരെ സെലക്ട് ചെയ്തു, ബാക്കി എത്ര പേര് മാറി നിന്നു എന്നുള്ളത് നിങ്ങൾ കാണണം. ഈ പേജ് നമ്പർ 95-ൽ ഇതേ ഇവിടെ ടൈഗർ, എലിഫൻറ്റ്, വൾച്ചേഴ്സ്, ഈഗിൾസ്, പിന്നെ അതേപോലെ ഇവിടെയും നിങ്ങൾ കറക്റ്റാക്കി ചെയ്യണം. ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ പറയുന്നത് അല്ലേ? അത് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ നോക്കിക്കാൻ ലയൺ 30 വന്നു, പക്ഷേ ലയൺ 18 പേരെ നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ, ബാക്കി 12 മെമ്പേഴ്സ് വരുന്നു. അതുപോലെ തന്നെ ലിയോപാഡ്സും ടൈഗറും ഇവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ ചെയ്യുക. അങ്ങനെ ആയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൈനസ്, അതായത് സബ്ട്രാക്ഷൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ can I erase it? ഇവിടെ ഇപ്പോൾ നോക്കിക്കുക, നമ്മൾ ഈ ബോറോ 1 ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 30 മൈനസ് 18 ഞാൻ കൊടുത്തു. 30 മൈനസ് 18 ഞാൻ കൊടുത്തു. അപ്പോൾ ഈ 30 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോറോ 1 എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ 10 ആകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് പകരം നോക്കിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ 30 എന്നുള്ളതിന് പകരം നമുക്ക് 20 + 10 എന്ന് പറഞ്ഞാലും 30 അല്ലേ? അതെ. അപ്പോൾ 30 മൈനസ് ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? 18 ആണ്. ഈ 18 നമുക്ക് 10 + 8 എഴുതിക്കൂടെ? ക്ലിയർ ആയിട്ട് എഴുതാം. നോക്കിക്കുക, 10 + 8. ഈ സ്ഥാനം ഇതിൻ്റെ ഈ 0-ൻ്റെ താഴെ തന്നെ എഴുതണം കേട്ടോ. ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഈ 10-ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? സിമ്പിളായിട്ടുള്ളതാണ്. ഈ 10-ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 2 അല്ല, ഈ പ്ലസ് താഴോട്ട് ഇറക്കിയിട്ടു. പിന്നെ ഈ 20-ൽ നിന്നും 10 മൈനസ് ചെയ്യുമ്പോൾ 10. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 12. നേരത്തെ കിട്ടിയതുപോലെ തന്നെ അല്ലേ? സിമ്പിളാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് സോ അഡീഷൻ സബ്ട്രാക്ഷനാണ് ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇല്ലേ? പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ചെയ്യാനേ ഉള്ളൂ. നോക്കിക്കാൻ സിമ്പിളാണ് ഇത് ഇല്ലേ? നമുക്കൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങളുടെ 13 പകരം നമ്മൾ 20 ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഈ രീതി പഠിച്ചാൽ ഏറ്റവും സിമ്പിൾ ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറേ എഴുതി ചെയ്യണം. ഇതാകുമ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, സോ സ്പീഡാകുന്നുണ്ടോ സംസാരം? അപ്പോൾ നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമുക്കിങ്ങനെ സംസാരിക്കായിരുന്നു അല്ലേ? ഇതിപ്പോൾ നിങ്ങളെ
പിന്നെ ഈ വീഡിയോയിലൂടെ മാത്രമല്ല മാമിന് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാൽ മാമിനൊരു ഉപകാരം ചെയ്യേണ്ടത്, നിങ്ങൾ നന്നായിട്ട് മാത്സ് പഠിക്കണം. മാം പഠിപ്പിച്ച കുട്ടികൾ ഉഷാറായിട്ട് മാത്സ് പഠിക്കുന്നുണ്ട് എന്ന് മാമിന് അറിയണം. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും പിന്നെ ഫീഡ്ബാക്സൊക്കെ മാമിനെ അറിയിക്കണം. മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇന്ന് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, ഇന്നത്തെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വി വിൽ മീറ്റ് again and again with a new subjects, means additionും സബ്ട്രാക്ഷനും ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് മാത്സിൽ മാം വീണ്ടും വരും. ടിൽ ദാൻ ബൈ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.